ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുക്കവേ സിറോ മലബാർ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. നിതിൻ അംബുജൻ വിവരങ്ങൾ. നിതിൻ, സമാനതകളില്ലാത്തവണ്ണം ഇപ്പോൾ ഈ കേക്കുമായൊക്കെ പോയുള്ള നയതന്ത്രം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കെ അടുത്ത കാലത്ത് ഇല്ലാത്തവണ്ണം സഭാ നേതൃത്വം ബി ജെ പിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ദീപിക മുഖപത്രം ഈ പറയുന്ന ഈ ഹൂളിഗൻ സംഘത്തിൻ്റെ പ്രവൃത്തിക്ക് രാഷ്ട്രീയ പാറ്റേണേജ് ഉണ്ട് എന്ന് തന്നെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഒരു അനുനയത്തിലാണോ ആ കൂടിക്കാഴ്ച ശ്രമം? നിതിൻ. ഹാഷ്മി, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി തന്നെയാണ് സിറോ മലബാർ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു അനുനയ ശ്രമത്തിലേക്ക് പോകുന്നത്. ബി.ജെ.പി. സഭയുമായി അടുത്തുകൊണ്ട് നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുള്ള പശ്ചാത്തലത്തിൽ സഭയുമായി പരമാവധി അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതും അതിനുശേഷം സഭാ നേതൃത്വം ബി.ജെ.പി. നേതൃത്വത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വരുന്നത്. മതപരിവർത്തനം നടന്നിട്ടില്ല, മനുഷ്യക്കട നടന്നിട്ടില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോഴും ഛത്തീസ്ഗഡ് സർക്കാർ, പ്രത്യേകിച്ചും ബി.ജെ.പി. ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുമുണ്ടായത് കൈസ വേട്ട എന്ന് തന്നെയാണ് ഇതിനെ സഭാ നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. വലിയ അമർഷത്തിലും രോഷത്തിലുമാണ് സഭാ നേതൃത്വം. പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരെ സഭാ നേതൃത്വം കടന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഭയെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു നീക്കത്തിലേക്ക് എന്തായാലും ബി.ജെ.പി. പോകുന്നത്. നേരത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ബി.ജെ.പി. പ്രതിനിധിയെ സംസ്ഥാനത്തേക്ക് അയച്ച് അവർക്ക് വേണ്ട നിയമസഹായം ഉറപ്പുവരുത്തുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയും പിന്നീടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുമുണ്ടായ ഈ ഒരു നടപടി ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന വിലയിരുത്തുന്ന പശ്ചാത്തലത്തിലാണ് സഭാ നേതൃത്വമായി ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുന്നത്. രാത്രി 8 മണിയോടുകൂടി തന്നെ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വെച്ചാകും കൂടിക്കാഴ്ച ഉണ്ടാവുക. നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലാണ്. വൈകിട്ടോടെ തന്നെ കൊച്ചിയിലെത്തും. രാത്രി 8 മണിയോടുകൂടിയാകും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്താണ് പറയാൻ കഴിയുക കേരള ബി.ജെ.പി. കാര്യം? ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി.ജെ.പി. ആണ് അവിടുത്തെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് പോലീസിന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കുന്ന വഴിയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് മതപരിവർത്തനം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ മനുഷ്യക്കടത്തുണ്ടായി എന്നൊരു കുറ്റപത്രം സമർപ്പിക്കും മട്ടിൽ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് വിജയം കാണുക എന്ന സംശയമുണ്ട്. ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ കേസെത്തുമ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ നിലപാട് അതിനിർണായകമാകും. മുഖ്യമന്ത്രി പറയും മട്ടിലാണ് കോടതിയിൽ അവർ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും കാര്യങ്ങൾ. അപ്പോൾ ഈ സന്ദർശനത്തിൽ കേരള ബി.ജെ.പി. എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? നിതിൻ. ഹാഷ്മി സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു നിയമക്കുരുക്കിലേക്കാണ് കന്യാസ്ത്രീമാരുടെ സാഹചര്യം ഇപ്പോൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന നിലപാടിന് വിപരീതമായ ഒരു അല്ലെങ്കിൽ പരസ്യമായ ഒരു നടപടിയാണ് ഛത്തീസ്ഗഡിലെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതപരിവർത്തനമോ നടന്നിട്ടില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഏത് നിലയിലുള്ള ഒരു അനുനയ ശ്രമമാണ് നടക്കുന്നതെന്ന് ഇന്ന് വൈകിട്ടത്തെ കൂടിക്കാഴ്ച മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കന്യാസ്ത്രീകൾക്കൊപ്പമാണ് തങ്ങളെന്ന ഒരു പ്രഖ്യാപനം നേരത്തെ സംസ്ഥാന ബി.ജെ.പി. നടത്തിയെങ്കിലും പക്ഷേ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർ വേട്ടയാടപ്പെടുന്നു എന്ന് പരസ്യമായി തന്നെ സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നിയമസഹായം ഏത് നിലയിലുള്ള നിയമസഹായമാണ് അവിടെ ചെന്ന് അനൂപ് ആന്റണി നൽകിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സഭാ നേതൃത്വവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അനുനയ നീക്കത്തിന് ബി.ജെ.പി. മുതിരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച. പക്ഷേ ഈ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ പരിശോധിച്ചാൽ ഒരു നിയമക്കുരുക്കിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിക്കാവുന്ന നിലയിലേക്ക് എപ്പോൾ കിട്ടുമെന്ന് സംബന്ധിച്ചപ്പോഴും ചോദ്യത്തിന് ഉത്തരം ബി.ജെ.പി. നേതൃത്വം നൽകുന്നില്ല എന്ന് ജോർജ് കുര്യൻ അടക്കം പ്രതികരിച്ചു. പക്ഷേ കൃത്യമായ ചോദ്യങ്ങളോട് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ബി.ജെ.പി. കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യന്റെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സഭാ നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ഒരു അനുനയ നീക്കവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അനുനയത്തിന് ബി.ജെ.പി. ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് സഭാ നേതൃത്വം പിന്നെയും വഴങ്ങുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്നതാണ്. ഇപ്പോഴും 2 സിറോ മലബാർ സഭയിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾ ജയിലിലാണ്. അവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.